സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇവിടെ എലീശ പ്രവാചകന്റെ അടുത്ത് പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്ന് പറയുകയാണ്, എന്റെ ഭർത്താവ് മരിച്ചു പോവുകയുണ്ടായി, ഇപ്പോൾ കടക്കാർ വന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുന്നു എന്ന് പരാതിപ്പെടുന്നു. അദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹം നല്ല ശിഷ്യനാണ്. പിന്നെ എന്തുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് മരിച്ചു പോകാനിടയായത്? അയാളുടെ ഭാര്യ വിധവയായി മാറി, അവരുടെ മക്കൾക്ക് ആശ്രയമില്ലാത്തവരായി മാറി. അയാൾ കടം മേടിച്ചത് കാരണം കടക്കാർ വന്നിട്ടിപ്പോൾ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുന്നു. ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കൂ, ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ശേഷം നമ്മിൽ അനേകം ആളുകൾ ദൈവത്തെ മറന്നുപോകുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശേഷം ദൈവത്തെ നാം മറന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ പര്യവസാനം വളരെ ഭീകരകരം ആയിരിക്കും. ദൈവം ചെയ്ത കൃപ നാം മറന്നു പോകുമ്പോൾ, ദൈവം ചെയ്ത നന്മ നാം മറന്നു പോകുമ്പോൾ, ദൈവം കാണിച്ച അനുഗ്രഹങ്ങളെ നാം മറന്നു പോകുന്ന സമയത്ത്, ദൈവത്തിന് എതിരായിട്ട് നാം ജീവിക്കുന്ന സമയത്ത് നശിച്ചു പോകും. നമ്മുടെ ജീവിതത്തിനും അതുപോലെ നമ്മുടെ വീട്ടുകാർക്കും നാം ശാപമായി തീരാനിടയാകും. അനേക സന്ദർഭങ്ങളിലും ഇതുപോലുള്ള സഭകളിൽ വരുന്ന ആളുകൾ 99% പ്രയാസത്തിലുള്ളവർ, ബുദ്ധിമുട്ടിലുള്ളവർ, കടത്തിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, പ്രശ്നങ്ങളിലായിരിക്കുന്നവർ, പ്രതികൂലത്തിലായിരിക്കുന്നവരായിരിക്കും വരുന്നത്. എന്താണ് കർത്താവേ, ആരും എൻ്റെ ജീവിതത്തിൽ നല്ലതാണെന്ന് പറയുന്നവരില്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നവരില്ല. അതായത് നീ ആരെയും അനുഗ്രഹിക്കുന്നില്ലേ, ആർക്കും നീ രോഗത്തിന് സൗഖ്യം കൊടുക്കുന്നില്ലേ, ആരുടെയും പ്രശ്നങ്ങൾ നീ പരിഹരിക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചതായ സമയത്ത് എന്തുകൊണ്ടില്ല? അനേകം ആളുകൾ നന്മ പ്രാപിക്കുന്നുണ്ട്. 10 പേർ സൗഖ്യം പ്രാപിച്ചുവല്ലോ. 9 ആളുകൾ എവിടെ? 10 കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യപ്പെടുത്താനിടയായി. എന്നാൽ ഒരുത്തനാണ് തിരിച്ചു വന്നത്, അതും ശമരിയക്കാരൻ, അന്യജാതിക്കാരൻ. ബാക്കിയുള്ള 9 പേർ തിരിച്ചു വന്നിട്ട് കർത്താവിന് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. ഈ കാലത്ത് അനേകരും ദൈവത്തിന്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെട്ട ശേഷം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്നൊരു ചോദ്യം ചോദിക്കാം, വാസ്തവമായി നിങ്ങൾ പ്രതികരിക്കണം. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നവർ മാത്രം നിങ്ങളുടെ കൈകളെ ഉയർത്താമോ? എല്ലാ വ്യക്തികളും. ദൈവം അനുഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ല. ശരി, ദൈവത്തിന് സ്തോത്രം. ഈ ദിവസം നന്മകളെ പ്രാപിച്ചവർ, അനുഗ്രഹിക്കപ്പെട്ടവർ മറന്നു പോകുന്നു. അന്ന് ഇസ്രായേലിയരോട് ദൈവം പറയുകയുണ്ടായി, നിങ്ങൾ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ചെന്ന ശേഷം നല്ല വീടുകൾ പണിതിട്ട് ആടുമാടുകൾ പെരുകി, നിനക്ക് ഒരുപാട് സ്വർണവും വെള്ളിയും എല്ലാം കിട്ടിയ ശേഷം നല്ല വീടുകൾ പണിതിട്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് നിഗളിച്ച് നിങ്ങളുടെ ദൈവത്തെ മറന്നു പോകുമോ എന്ന് നിങ്ങൾ സൂക്ഷിക്കുക. ഇന്ന് അനേകം ആളുകൾ, ദൈവത്തിന്റെ വേലക്കാർ, ദൈവത്തിന്റെ ശുശ്രൂഷക്കാർ ഒരുപാട് കഷ്ടത അനുഭവിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ദൈവം എന്നെ പടിപടിയായിട്ട് അനുഗ്രഹിച്ച് ഉയർത്തി ദൈവം ഈ സ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ ദിവസങ്ങളിലും വീർപ്പൊഴുക്കിക്കൊണ്ട് ഞാൻ ദൈവവേല ചെയ്യുന്നുണ്ട്. മണിക്കൂറുകളോളം നിന്നുകൊണ്ട്, മണിക്കൂറുകൾ കമ്പ്യൂട്ടറിന് മുൻപിൽ ഇരുന്നിട്ട് എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് ടിവിയുടെ പ്രോഗ്രാം എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വളരെ കഷ്ടപ്പെടുന്നു. എന്നാൽ അനേകം ആളുകളും ഇന്ന് എനിക്ക് ഉപദേശം നൽകാറുണ്ട്, ദേവദാസ, അങ്ങ് പ്രായമായി പോവുകയല്ലേ, അങ്ങയുടെ വയസ്സ് കൂടിപ്പോയിട്ടില്ലേ, ഇനി റെസ്റ്റ് എടുത്തുകൊള്ളൂ എന്ന് എന്നോട് ഉപദേശിക്കാറുണ്ട്. എൻ്റെ ശരീരം എന്നോട് സഹകരിക്കുന്നില്ല, ശരിയാണ്. എന്നാൽ ഒരു കാലത്ത്, യൗവനക്കാലത്ത് ഒരുപാട് അധ്വാനിച്ചതാണ്, യാത്ര ചെയ്തതാണ്, രാവും പാലും നോക്കാതെ ദൈവവേലയ്ക്ക് വേണ്ടി ഓടിയവനാണ്. എന്നാൽ ഇപ്പോഴും ആ ആഗ്രഹം എന്നിലുണ്ട്. എന്നാൽ എൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതും എൻ്റെ ശരീരം ബലഹീനമാണെന്നും പൗലോസ് പറയുന്നത് പോലെ ശരീരത്തിൽ പലപ്പോഴും രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് 2-3 ദിവസം രോഗിയായിട്ട് ഞാൻ കടന്നാൽ ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം നിന്നുപോകും. അതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം എല്ലാവർക്കും വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല. സാധാരണ എവിടെ മീറ്റിംഗ് നടത്തിയാലും നേരം വെളുക്കുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. 5 മണി വരെ, 4 മണി വരെ. അത്ര ക്ഷമയോടെ അവർ കാത്തു നിൽക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. മരണം വരെ വിശ്വസ്തനായി നിൽക്കണം, അവസാന ശ്വാസം വരെ ദൈവത്തിനു വേണ്ടി അധ്വാനിക്കണം. എന്നാൽ ഇന്ന് അനേകം ആളുകൾ കടഭാരത്താൽ അകപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കുന്നു. ഈ പ്രവാചകന്റെ ശിഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയുന്നില്ല, ഏത് കെണിയിൽ അകപ്പെട്ടെന്ന് അറിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാനിടയായി, വിശ്വാസമാർഗത്തെ ഉപേക്ഷിച്ചിട്ട് കടഭാരത്തിൽ അകപ്പെടാനിടയായി. ജാഗ്രത, കടം അപകടമാണ്. കടം അപകടമാണ്. ദൈവത്തിന്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ കടം കൊടുക്കും, എന്നാൽ കടം വാങ്ങില്ല. കടം വാങ്ങുന്നവൻ കടം നൽകിയവന്റെ ദാസനാകുന്നു. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയവരായതുകൊണ്ട്
മനുഷ്യർക്ക് ദാസന്മാർ ആകരുത്. ബൈബിളിലെ വചനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങളെ വില നൽകി വാങ്ങിച്ചവരാകിയാൽ നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാർ ആകരുത്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ മതിയാവൂ. നിങ്ങൾക്ക് കടഭാരമുണ്ടെന്ന് പറയുന്നവരെല്ലാം തന്നെ കൈ ഉയർത്തിക്കാട്ടെ. നിങ്ങളുടെ കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തീരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് എവിടെയാണ് കടഭാരം? നിങ്ങളുടെ മാതാപിതാക്കളാണല്ലോ അതെല്ലാം തീർക്കുന്നത്. ചില ഭാര്യമാർ കൈ ഉയർത്തിക്കെട്ടില്ല. അയാളാണ് കടം വാങ്ങിച്ചത്, അയാൾ തീർക്കട്ടെ. എനിക്ക് സ്വർണം വാങ്ങാനാണ് കടം വാങ്ങിയത്, അതുകൊണ്ട് അയാൾ തന്നെ വീട്ടട്ടെ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ഭർത്താവിൻ്റെയാണ് കടം. നിങ്ങളുടെ ഭർത്താവിൻ്റെ കടം നിങ്ങളുടേതാണ്. ഭാര്യയുടെ കടം നിങ്ങളുടേതാണ്. ഭർത്താവിൻ്റെ ദോഷം നിങ്ങളുടേതാണ്. ഭാര്യയുടെ ദോഷം നിങ്ങളുടേതാണ്. അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളുടേതാണ്, ദാരിദ്ര്യമാണെങ്കിൽ നിങ്ങളുടേതാണ്. നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ പറഞ്ഞതല്ലേ, നിങ്ങളുടെ സകല സമ്പത്തിലും നന്മയിലും ഭാഗവാക്കാകണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലായ്മയിലും അവർ ഭാഗവാക്കാകേണ്ടതല്ലേ? ഒരിക്കലും ഭാര്യയും ഭർത്താവും വേർതിരിവ് കാണിക്കരുത്. ഭർത്താവിന്റെ ദോഷം നിങ്ങളുടേതാണ്, ഭാര്യയുടെ ദോഷം നിങ്ങളുടെ ദോഷമാണ്. രണ്ടുപേരും ചേർന്ന് അനുദപിക്കുക. നിങ്ങളുടെ കടഭാരങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഭർത്താവ് സമ്പാദിക്കുമ്പോൾ ഭാര്യ ആഡംബരം കാണിച്ചാൽ കടമല്ലാതെ എന്താണ് ഉണ്ടാകുന്നത്? ഭാര്യ സമ്പാദിക്കുമ്പോൾ ഭർത്താവ് ആഡംബരം കാണിച്ചാൽ ഭവനത്തിൽ കടമല്ലാതെ എന്തുണ്ടാകും? ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത്, തോന്നുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്നത്, കടം വാങ്ങി സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇന്നൊരു ആചാരമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര കടമുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവം കടത്തെക്കുറിച്ച് പറയാനാണ് എന്നോട് സംസാരിക്കുന്നത്. കടഭാരത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തെ നാം വിശ്വസിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വാസമുള്ളവൻ കടം വാങ്ങില്ല. എന്ത് തിന്നുമെന്ന് കുടിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കരുത്. ആകാശത്തിലെ പക്ഷികളെ നോക്കൂ. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അതിനെല്ലാത്തിനെയും ദൈവം പോറ്റുന്നു. ആകാശത്തിലെ പക്ഷികളെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരായവർ അല്ലേ എന്ന് കർത്താവ് പറഞ്ഞു. ഈ ശിഷ്യൻ എന്തിനു വേണ്ടിയാണ് കടം വാങ്ങിയതെന്ന് എനിക്കറിയില്ല. എന്നാൽ നമ്മുടെ വരുമാനത്തേക്കാൾ കൂടുന്ന കടം ഈ ദിവസങ്ങളിൽ ആളുകൾ വാങ്ങിക്കൂട്ടുന്നത് സാധാരണമായിരിക്കുന്നു. പണ്ടുള്ളവർ പറയാറുണ്ട്, കടം വാങ്ങിച്ചിട്ട് കഞ്ഞി കുടിക്കുമെന്ന്, കടം വാങ്ങിയിട്ട് കഞ്ഞി കുടിക്കുമെന്ന്. ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് മദ്രാസിൽ. അവൻ പറയും, കടം വാങ്ങിയാലും നല്ല കള്ള് കുടിക്കണം, കടം വാങ്ങിയാലും നല്ല കള്ള് കുടിക്കണമെന്ന്. നോക്കൂ, ഈ കള്ള് വാങ്ങുന്നവർ ആരും തന്നെ കടമായിട്ട് കള്ള് കുടിക്കുകയില്ല. ചത്തെന്ന് പറഞ്ഞാലും ഷാപ്പുകാരൻ കടം കൊടുക്കില്ല. കാരണം ഇവന്റെ കാര്യം അവർക്കറിയാം. എന്തുകൊണ്ടാണ്? പണം കൊടുത്താൽ മാത്രമേ അവർ ബോട്ടിൽ കൊടുക്കൂ. അതുകൊണ്ട് എല്ലാവരോടും കടം മേടിക്കും. നാട് മുഴുവൻ നടന്ന് എല്ലാവരോടും കടം വാങ്ങും. ഏതെങ്കിലും ഒരു കൂട്ടുകാരനെതിരെ വരികയാണെന്ന് വിചാരിച്ചോ, ഇയാളെ കണ്ടിട്ട് ഓടിപ്പോകും. എന്തുകൊണ്ടെന്നാൽ കടം വാങ്ങാൻ വേണ്ടി വരികയാണല്ലോ, പൈസ വാങ്ങാൻ വേണ്ടി വരികയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുടിച്ച് കടം വാങ്ങിയിട്ട് വീടിനെ നശിപ്പിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ കടം വാങ്ങിയെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ദുശ്ശീലങ്ങൾക്ക് വേണ്ടിയായിരിക്കുമോ നിങ്ങൾ കടം വാങ്ങിയത്. ചില സമയത്ത് അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾ, 1 രൂപ തന്നിട്ട് ഫ്രിഡ്ജ് വീട്ടിലേക്ക് കൊണ്ടുപോകൂ, AC കൊണ്ടുപോകൂ, ഗ്രൈൻഡർ വീട്ടിലോട്ട് കൊണ്ടുപോകൂ. എങ്കിൽ 1 രൂപയ്ക്ക് ഇത് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കൂ. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് എല്ലാ മാസവും പലിശയോടുകൂടി നാം വാങ്ങിച്ച സാധനത്തിന്റെ തുക തിരിച്ച് അടയ്ക്കേണ്ടതാകുന്നു. ആ പണം അടയ്ക്കുവാൻ കഴിയാതെ കടം കൂടിയിട്ട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, വഞ്ചന കാണിക്കുന്നു, കള്ളം പറയുന്നു. പണം വളരെ അപകടകരമായിരിക്കുന്നു. പണത്തിന് വേണ്ടി നിങ്ങൾ ഓടരുത്. പണം നല്ല ഒരു സേവകനാണ്, എന്നാൽ അവൻ ചീത്ത യജമാനനാണ്. അവന് നീ അധികാരം കൊടുത്താൽ നിന്റെ തലയ്ക്ക് പിടിച്ചവൻ കറക്കും. പണത്തിന്റെ വിഷയത്തിൽ കൊല്ലുവാനും ആരും മടി കാണിക്കുകയില്ല. ആ പണത്തിനു വേണ്ടി മനസ്സാക്ഷിയെ മനുഷ്യൻ മരവിപ്പിക്കുന്നു. ആ പണത്തിനു വേണ്ടി എത്രയോ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് തങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ, കടം വാങ്ങരുത്. കടം വാങ്ങില്ല എന്നൊരു തീരുമാനമെടുക്കുക. നിങ്ങൾ എന്തിനു കടം വാങ്ങിയെന്നറിയില്ല. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. നാളേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഇന്ന് തന്നെ വാങ്ങിച്ചു വെക്കുന്നവൻ കടം വാങ്ങുന്നുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു പ്രശ്നം അതാണ്. അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് ആ കടം തീർക്കുവാൻ കഴിയാതെ, പണം അടയ്ക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നത് ഈ ലോകത്തിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. കടം വാങ്ങുന്നവൻ അവിശ്വാസി. പലപ്പോഴും പറയാറുണ്ട്, ഒരുവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് കടം വാങ്ങിയത്. ഒരു യൗവനക്കാരൻ വന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചപ്പോൾ കടഭാരത്തിന് വേണ്ടി, അപ്പോൾ ഞാൻ കോപത്തോടുകൂടി ചോദിച്ചപ്പോൾ അവന്റെ മറുപടി കേട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു. എന്തുകൊണ്ട് കടമുണ്ടായെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ പിതാവിന് ആക്സിഡന്റ് ഉണ്ടായി. ആ കാലിന്റെ ചികിത്സ ചെയ്യുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ ചിലവായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോകാനിടയായി. ഹോസ്പിറ്റൽ എല്ലാത്തിനും പണം കെട്ടി വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിൽക്കാനിടയായി. ഒരുപാട് കടം വാങ്ങിച്ചിട്ട് ഇപ്പോഴും എൻ്റെ പിതാവിന് നടക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും കിടക്കമേൽ തന്നെയാണ്. വീട്ടിലൊരു വരുമാനവുമില്ല. വരുമാനം പിതാവിന് മാത്രമായിരുന്നു. ഈ കടഭാരം മൂലം ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. പല സമയത്തും ചില ആളുകൾ ഇങ്ങനെയുള്ള അപകടത്തിൽ പെടാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു? നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ ഞാൻ കാക്കുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ആക്സിഡന്റുകൾ സംഭവിക്കുന്നത്? നിനക്കെന്തുകൊണ്ടാണ് ഇത്തരം മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ ശരീരത്തെ, നിന്റെ പേഴ്സിനെയും നിന്റെ പണത്തെ നശിപ്പിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി, ദൈവത്തിന്റെ സംരക്ഷണത്തെ നഷ്ടപ്പെടുത്തി 91 സങ്കീർത്തനം നിങ്ങൾ എപ്പോഴും വായിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്.
അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രയോ അനുഗ്രഹങ്ങളുണ്ടെന്ന് അവിടെ നിങ്ങൾക്ക് കാണാം. രാത്രി നിങ്ങൾക്ക് ബാധയുണ്ടാകില്ല, പകൽ നിങ്ങൾക്ക് നാശം ഉണ്ടാവുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല, നിന്റെ കാൽ കല്ലിനോട് തട്ടുകയില്ല. എല്ലാ രോഗത്തിൽ നിന്നും അവൻ നിന്നെ രക്ഷിക്കും. അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കുമെന്ന് ദൈവം ഇവിടെ പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നീ രക്ഷപ്പെടാതെ ആപത്തിൽപ്പെടുന്നത്, അപകടത്തിൽപ്പെടുന്നത്? ഈ ദിവസം ഒരു രോഗം വന്നാൽ മതി, ആ വീട്ടിൽ കടം കയറാനിടയാകും. ഈ നാളുകളിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ വിഷമത്തിൽ നിന്ന് വെളിയിലിറങ്ങാൻ കുറെ നാളുകൾ എടുക്കും. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല, എന്നാൽ അതിൽ നിന്ന് വെളിയിൽ വരുവാൻ ഇവിടെ ഒരു പരിഹാരമുണ്ട്. ദൈവത്തിന്റെ മക്കൾ കഷ്ടത അനുഭവിക്കുന്നു, വിശ്വാസികൾ കഷ്ടത അനുഭവിക്കുന്നു, ദൈവദാസന്മാർ കഷ്ടത അനുഭവിക്കുന്നു. അജ്ഞാനം കാരണം, അവിശ്വാസം കാരണം, കടഭാരം കാരണം. അതുമാത്രമല്ല, ഈ പ്രവാചക ശിഷ്യൻ കടം വാങ്ങുക മാത്രമല്ലായിരുന്നു, അവൻ മരിച്ചു പോവുകയും ചെയ്തു. അവൻ മരിച്ചുപോയി. നോക്കൂ, ദൈവം നമ്മുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്. തൽക്ഷണം ഒരു വ്യക്തി മരിച്ചു പോവുകയും അവരുടെ മക്കൾ ആശ്രയമില്ലാതാവുകയും ഭാര്യ വിധവയായി പോവുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ ഹിതം അല്ല, ദൈവത്തിന്റെ ഉദ്ദേശം അല്ല. ദൈവം നമ്മെ സംരക്ഷിക്കുന്നുണ്ട്, മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവന്റെ മുന്നറിയിപ്പ് നാം അവഗണിച്ചാൽ, അവന്റെ വചനത്തിൽ കൂടി എത്രയോ പ്രാവശ്യം ശാസിച്ചിട്ടും അതിനെ അനുസരിക്കാത്തവൻ, എത്ര തവണ ശാസിച്ചാലും അനുസരിക്കാത്ത വ്യക്തി, എത്ര മീറ്റിംഗിൽ പങ്കെടുത്തിട്ടും ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അനുസരിക്കാത്ത വ്യക്തി, എത്രയോ TV പ്രസംഗങ്ങൾ കേട്ടിട്ടും ജീവിതത്തെ നന്നാക്കിയെടുക്കാത്തവൻ, എത്രമാത്രം യേശുവിന്റെ സ്നേഹത്തെ അനുഭവിച്ചിട്ടും തന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കാത്തവൻ. എന്താണ് ബൈബിളിൽ പറയുന്നത്? കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 6 മാസം അവിടെ കിടന്നിട്ട് പിന്നെ മരിക്കും എന്നാണോ? നീക്കുപോക്കില്ലാതെ, കൂടെ കൂടെ ശാസന കേട്ടിട്ടും അനുസരിക്കാത്തവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. 6 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് അനുദപിക്കുന്നതിന് വേണ്ടി സമയമുണ്ട്. ദൈവദാസനെ വിളിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സമയമുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മനുഷ്യൻ എങ്ങനെയാണ്? മുകളിലേക്ക് നോക്കും എന്ന്. അപ്പോൾ വരെ മുകളിലേക്ക് നോക്കിയില്ല, എന്നാൽ കിടക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് നോക്കി കിടക്കുന്നത് കാണാം. ഒരു ദൈവദാസന് രോഗം വന്ന് കിടപ്പിലായപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, അങ്ങയെ ഈ രീതിയിൽ കാണുവാൻ എനിക്ക് വളരെ സങ്കടമുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴാണ് ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുന്നതെന്ന്. മുകളിലേക്ക് നോക്കണം. ചില ആളുകൾ മുകളിലേക്ക് നോക്കില്ല, എപ്പോഴും താഴോട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരു ജീവിയുണ്ട്, അത് എപ്പോഴും താഴോട്ട് നോക്കുകയാണ്. അതിന്റെ പേരെന്താണെന്ന് അറിയാമോ? പന്നി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എപ്പോഴും എന്താണ് നോക്കി നടക്കുന്നത്? സ്വർണമാണോ? മാലിന്യം. മാലിന്യം. ആ മാലിന്യത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ് ഏത് സമയത്തും. നമ്മൾ നായ്ക്കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് തിന്നാൻ വേണ്ടിയാണെങ്കിൽ മുകളിലോട്ട് നോക്കും. എന്നാൽ ഒരു പന്നിക്കുട്ടിക്ക് നീ ബിസ്ക്കറ്റ് കൊടുത്തു നോക്കൂ, അത് മുകളിലോട്ട് നോക്കത്തേയില്ല. എന്തൊക്കെ ചെയ്താലും അതിന്റെ കഴുത്ത് അത് മുകളിലേക്ക് തിരിക്കുകയേയില്ല. എപ്പോഴും താഴോട്ടാണ് നോക്കുന്നത്. പന്നിയിറച്ചി കഴിക്കുന്നവർ അതിനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? 4 പേർ ചേർന്നിട്ട് അതിന്റെ കൈയും കാലും കൂട്ടി ഒരു വടിയിൽ കെട്ടിവെച്ചിട്ട് അതിന്റെ തലകീഴായിട്ട് എടുത്തുകൊണ്ട് പോകും കൊല്ലുന്നതിന് വേണ്ടി. അപ്പോൾ അത് എങ്ങോട്ട് നോക്കുമെന്നറിയാമോ? എവിടേക്ക് നോക്കും? ഉറു 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 എന്ന് പറയും. എന്നാൽ ഒരു പ്രയോജനവുമില്ല. ഒറ്റ പ്രാവശ്യം അതിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെയാണ്. ആ ധനവാൻ ഈ ലോകത്തായിരുന്ന സമയത്ത് ലോകത്തെ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് ജീവിച്ചു. ആ ധനവാൻ ഇവിടെ ഒരുപാട് സുഖിച്ച് ജീവിക്കുകയുണ്ടായി. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം അവൻ ജീവിച്ചു. ഒരു വീട് കണ്ടാൽ അത് വാങ്ങിക്കണം, ഒരു റെസ്റ്റോറന്റ് കണ്ടാൽ അവിടേക്ക് പോകണം, ഒരു മദ്യക്കുപ്പി കണ്ടാൽ അത് വാങ്ങിച്ച് കുടിക്കണം. എന്ത് കണ്ടാലും അത് ആസ്വദിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ദൈവമുണ്ടേ എന്ന് ലാസർ പറഞ്ഞ സമയത്ത് നീ എന്തിനാണ് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ ആരാണ് എന്നോട് ഇതൊക്കെ പറയാന്ന് പറഞ്ഞ് തിരസ്കരിച്ച് പോയ വ്യക്തിയാണ്. ദൈവത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചതേയില്ല. ഒരു ദിവസം പെട്ടെന്ന് ഏത് ഡ്രിങ്കിങ് പാർട്ടിയിലാണെന്ന് അറിയത്തില്ല, ഇരുന്ന സമയത്ത് അത്രേ ഉള്ളൂ, കഴിഞ്ഞു. എന്താണ് എന്ന് കണ്ണടച്ചു എന്ന് കണ്ണു തുറന്നു. എവിടെ എവിടെ AC എന്ന് പറഞ്ഞ് AC എവിടെയാ ഇരിക്കുന്നേ? എവിടെയാണ്? പാതാളത്തിൽ, നരകത്തിൽ. സെർന്ന് പറഞ്ഞിട്ട് അവൻ ഉണരുവാനിടയായി. അയ്യോ അയ്യോ അപ്പാ ദൈവമേ, വേദനിക്കുന്നുവെന്ന് വേദനിച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ കണ്ടു അബ്രഹാം. ആ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നതായ ലാസറിനെ നോക്കിയിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട അബ്രഹാമേ, പിതാവായ അബ്രഹാമേ, ആ ലാസറിനെ ഇങ്ങോട്ട് അയച്ചിട്ട് അവന്റെ വിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് എന്റെ ഒരു തുള്ളി എന്റെ വായിലേക്ക് ഇറ്റിക്കുമോ എന്ന്. അത് സാധ്യമല്ലായിരുന്നു. ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും പോകുവാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. നരകത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര നാം കരഞ്ഞാലും നിലവിളിച്ചാലും, നരകത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്മൾ നിലവിളിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനമില്ല. അമലാപുരത്ത് മീറ്റിങ്ങിന് പോകേണ്ടിയായിരുന്നു. ആ മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ നന്നായിരുന്നുവെങ്കിൽ എത്ര നല്ലതാകുമായിരുന്നു. ഒന്നുകൂടെ അമലാപുരം മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുമോ? അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുകയില്ല ഒരിക്കലും. മരിച്ചവന് പിന്നെ വരുവാൻ കഴിയത്തില്ല.
മരിച്ചവന് പിന്നെ പശ്ചാത്തപിച്ച് സ്വർഗത്തിൽ പോകുവാൻ കഴിയത്തില്ല. ചില ആളുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ പിതാവിന്റെ ആത്മാവിനെ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കൂ ദൈവദാസ എന്ന്. മരണത്തിൽ വിളിക്കാറുണ്ട് ദൈവദാസനെ. ദൈവദാസന് 3 പ്രാവശ്യം ആവശ്യമുണ്ടെന്ന്. എപ്പോഴാണ് വെള്ളത്തിൽ മുക്കുന്നതിന് വേണ്ടി, ബാപ്റ്റിസം കൊടുക്കുന്നതിന് വേണ്ടി, കല്യാണം നടക്കുമ്പോൾ കൈകൾ കൂട്ടിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി, പിന്നെ മരിക്കുമ്പോൾ മണ്ണിടുന്നതിന് വേണ്ടി. ബാക്കിയുള്ള സമയത്ത് ദൈവദാസനെ ചർച്ചനെയും ഒന്നും ആർക്കും ഒരാവശ്യവുമില്ല, ഓർമ്മയേ വരില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ദൈവദാസൻ തന്നെ വരണം. സംസ്കാര ശുശ്രൂഷകളെല്ലാം വളരെ മനോഹരമായി ബാൻഡ്യമേളത്തോടു കൂടി തന്നെ എല്ലാം നടത്തണം. അവിടെ ചെന്നിട്ട് ദൈവദാസൻ അത്യാവശ്യമായി പ്രാർത്ഥിക്കണം. ചില ദൈവദാസൻ ഇങ്ങനെ മുഖം നോക്കാതെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ നിന്റെ ദാസൻ കുടിച്ച് മരിച്ചു പോയിരിക്കുന്നു, കർത്താവേ ഇവന്റെ ആത്മാവിന് ശാന്തി കൊടുക്കണമേ. ചില ദൈവദാസന്മാർ ചെയ്യുന്നതായ പ്രാർത്ഥന മരിച്ചവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഒരിക്കലും മരിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കരുത്. മരിച്ച വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കരയരുത്. ജീവനുള്ളവന് വേണ്ടി നിങ്ങൾ കരയുക. നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നരകത്തിലേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശം നമുക്കുണ്ട്. മരിച്ചുപോയി കഴിഞ്ഞ് നീ എത്രമാത്രം കരഞ്ഞാലും നരകത്തിൽ നിന്ന് ഒരു വിടുതലും ഉണ്ടാകില്ല. ഈ പ്രവാചക ശിഷ്യൻ എന്തുകൊണ്ടാണ് മരിച്ചുപോയത്? കൊച്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കി ഭാര്യയെ വിധവയാക്കി മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് മരിക്കാനിടയായത്? എത്രയോ ഭാര്യമാർ ഇന്ന് കരയുന്നത് കാണാം, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ജീവിതം എന്തായി തീരും, എനിക്ക് ആശ്രയം ആരാണ് എന്ന് എത്രയോ പേർ നിലവിളിക്കുന്നുണ്ട്. എത്രയോ യൗവനക്കാർ തൽക്ഷണം മരിച്ചു പോകാറുണ്ട്. നല്ല യൗവനത്തിൽ 17, 18, 19, 20 വയസ്സിൽ മരിച്ചുപോയാൽ അവരുടെ വേർപാടിനോടുത്ത മാതാപിതാക്കളെ ഹൃദയം തകർന്ന് നിലവിളിക്കാറുണ്ട്. അയ്യോ എൻ്റെ മകൻ, അയ്യോ എൻ്റെ മകൾ തൂങ്ങി മരിക്കുവാൻ ഇടയായി, ആക്സിഡന്റിൽ മരിക്കാൻ ഇടയായി. എത്രയോ ആളുകൾ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്. കാലത്തിന് മുമ്പേ നീ എന്തിന് മരിക്കുന്നു? നീ എന്തിന് മരിച്ചു പോകണം? നീ കാലത്തിന് മുമ്പേ മരിച്ചു പോകണമെങ്കിൽ അത് നീ അധികമായി ദുഷ്ടപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടാണ്. ദൈവം സഹിച്ച് 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 ക്ഷമിച്ച് 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 എന്നിട്ടും നീ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിക്കാനിടയാകും. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന്റെ പറയാൻ കഴിയുന്നില്ല, ദീർഘക്ഷമയുള്ള ദൈവമാണ്. അനേകം വർഷങ്ങൾ, 35, 45 വർഷങ്ങളോളം നിന്റെ മേൽ ദൈവം ദീർഘക്ഷമയുള്ളവനായിരുന്നു. എന്നാൽ അവന്റെ കോപം എത്രമാത്രം ഉണ്ടെന്നറിയാമോ? ക്ഷണനേരം മാത്രം. ഒരു ക്ഷണം ദൈവം നമ്മെ വിട്ടുകളയാണെങ്കിൽ മിനിറ്റിൽ 72 തവണ നമ്മുടെ ഹൃദയം ഇടിക്കാറുണ്ട്. 1 സെക്കൻഡ് നിന്നാൽ പിന്നെ ഹാർട്ട് അറ്റാക്കാണ്. പിന്നെ നിനക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിച്ചു പോയത് തന്നെ. മിനിറ്റ് 23 തവണ ശ്വാസവും നിശ്വാസവും. നാം അറിയാതെ തന്നെ ശ്വാസവും നിശ്വാസവും എടുത്തുകൊണ്ടേയിരിക്കുന്നു. മുകളിലേക്കെടുത്ത് ശ്വാസം അകത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടെ തീർന്നു നിന്റെ ജീവിതം. ഇത്ര ക്ഷണികമായ ജീവിതം നമുക്കുള്ളപ്പോൾ എന്തിനാണ് നിങ്ങളുടെ അഹങ്കാരം? ഇന്ന് കണ്ട് നാളെ കാണാതിരിക്കുന്ന മായയായ ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും. രാവിലെ വിടർന്നിട്ട് വൈകുന്നേരം വാടിപ്പോകുന്ന പൂ പോലെയാണ് നമ്മുടെ ജീവിതം. ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നതാണ് ഭാഗ്യം. ഈ ജീവിതത്തിൽ ഒരു ക്ഷണം നമ്മളെ കർത്താവ് വിട്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ അപകടം എടുക്കാൻ എത്ര സമയമെടുക്കും? 1 മണിക്കൂറാ? വന്ന് ഒറ്റ ഇടിയാണ് ആ വണ്ടിക്കിട്ട്. ആ ഒറ്റ ഇടിയിൽ അവൻ മരിച്ചു പോകുവാൻ ഇടയായി. ഡ്രൈവർ മരിച്ചു പോകുന്നു, ആളുകൾ വീഴുന്നു, വണ്ടി മറിയുന്നു, ശവങ്ങൾ വീണ് കിടക്കുന്നു. അങ്ങനെ ഭയങ്കരകരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. കാറിൽ നിന്ന് സംസാരിച്ചു കൊണ്ടുപോയവർ, കല്യാണത്തിന് പോയവർ, തീർത്ഥയാത്ര പോയവർ, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അപകടങ്ങൾ നാം കാണുന്നുണ്ട്. ആകസ്മികമായി അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശം അല്ല. പാവം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഈ സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കടക്കാർ വന്നിട്ട്, ഈ കടം വീട്ടിയില്ല എങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വേണ്ടി കൊണ്ടുപോകും, ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് വേല ചെയ്യാൻ പിടിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞ് വരികയുണ്ടായി. പലപ്പോഴും പിതാക്കന്മാർ ദൈവത്തിന് അനുസരിച്ചില്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ പിശാച് എടുത്തുകൊണ്ട് പോകാറുണ്ട്. മാതാപിതാക്കൾ ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പിശാചിന്റെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. നീ മക്കളുടെ പിതാവായിട്ട് നീ അശ്രദ്ധനായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവം മക്കളെ തന്നിട്ട് നിങ്ങൾ അശ്രദ്ധയോടാണ് ആയിരിക്കുന്നത്. നിന്റെ പാപം കാരണം നിന്റെ മക്കളുടെ ഭാവി നശിക്കുമെന്ന കാര്യം നീ മറന്നുപോകുന്നു. നിന്റെ പാപം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ശാപത്തെ കൊണ്ടുവരികയാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. അമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങളുടെ അമ്മമാരായിട്ടിരിക്കുന്നവരെ, ഒരു മാതാവ് കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അതേസമയം അടുത്തുള്ള സ്ത്രീയുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു. ആ പാലിന്റെ സ്ഥാനത്ത് രക്തം വരുവാനിടയായി. കുഞ്ഞിന്റെ വായിലേക്ക് പാലിന്റെ സ്ഥാനത്ത് രക്തമാണ് ഒഴുകി വരുന്നത്. എന്താണ് നീ നിന്റെ കുഞ്ഞിന് വിഷമാണ് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കാരണം നിന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനും വളരെ ദോഷമുണ്ടാകാറുണ്ട്. എത്രയോ ആളുകൾ ഇന്ന് തന്റെ കുഞ്ഞുങ്ങൾക്ക് ശാപമായി തീരാറുണ്ട്. എന്നാൽ ഈ സഹോദരി, ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ വിശ്വാസിയായിരുന്നു. ഇനി എന്തിനാണ്? നിങ്ങളുടെ പിതാവ് മരിച്ചു, കടക്കാരൻ വന്നു, എന്തു ചെയ്യും? വിഷം വാങ്ങിച്ചിട്ട് നമുക്കെല്ലാവർക്കും മരിക്കാമെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്ന എത്രയോ ആളുകൾ ഈ കാലത്തുണ്ട്. എന്നാൽ ഈ സ്ത്രീ എന്താണ് ചെയ്തത്? ദൈവദാസന്റെ അടുക്കിലേക്ക് പോകാനിടയായി. ദൈവദാസന്റെ അടുക്കിലേക്ക് ചെന്നു. ഈ ലോകത്തിൽ ഇന്നും ദൈവദാസന്മാരെ ദൈവം നിലനിർത്തിയിരിക്കുന്നു.
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നെപ്പോലുള്ള ദൈവദാസന്മാരെ ദൈവം നിലനിർത്തിയിരിക്കുന്നത്. ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ഇനിയും ഉണ്ട്. പണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പണത്തിനെയും പ്രാർത്ഥനയും തമ്മിൽ ബന്ധിപ്പിക്കരുത്. പ്രാർത്ഥന സ്നേഹത്തോടെ ചെയ്യേണ്ടതാണ്, ഭാരത്തോടെ ചെയ്യേണ്ടതാണ്. അല്ലാതെ പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല അത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല എങ്കിൽ അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ ശാപമുള്ളവനായി തീരുകയാണ് എന്ന് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു. പൗലോസ് സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് എഫേസ്യർക്ക്, ഫിലിപ്പ്യർക്ക്, കൊലോസ്യർക്ക്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ വായിച്ചാൽ ഈ ഓരോ ലേഖനങ്ങളിലും എത്ര അർത്ഥവത്തായ, എത്ര ആഴമായ പ്രാർത്ഥനയാണെന്ന് നോക്കുക. സഭയ്ക്ക് വേണ്ടി എത്ര ഭാരത്തോടുകൂടിയാണ് പൗലോസ് പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ഇന്നത്തെ ദൈവദാസന്മാർ കേവലം രോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഒരു വ്യക്തി രൂപാന്തരം പ്രാപിക്കുന്നതിന് വേണ്ടി, വിശുദ്ധനായി ജീവിക്കുന്നതിന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിന്, ദൈവത്തിന്റെ സ്വരൂപത്തിലാകുന്നതിന് വേണ്ടി, നിങ്ങൾ നിമിത്തമായി ഞാൻ ഗർഭവേദന അനുഭവിക്കുകയാണെന്ന്, ക്രിസ്തുവിന്റെ സ്വരൂപം നിങ്ങളിൽ കാണുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും പ്രസവ വേദന അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്ന് പൗലോസ് പറഞ്ഞു. പ്രസവ വേദനയോട് ചെയ്യുന്ന പ്രാർത്ഥന, അതാണ് പൗലോസ് ചെയ്തതായ പ്രാർത്ഥന. ഏലിയാവ്, എലീശ, അങ്ങനെയുള്ള പ്രാർത്ഥന വീരന്മാർ ഏലിയാവിന്റെ അടുക്കൽ അങ്ങനെയുള്ള പ്രാർത്ഥന പഠിച്ചെടുത്തു. ഏലിയാവിന്റെ പ്രാർത്ഥന എത്ര മഹത്തരമായിരുന്നു, അത്ഭുതകരമായിരുന്നുവെന്ന് ബൈബിളിൽ നാം വായിക്കുന്ന. ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല. 3.5 വർഷക്കാലം മഴ പെയ്യാൻ ഇടയായില്ല. മഴ പെയ്യുവാൻ വേണ്ടി പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നിട്ട് മഴ പെയ്യുവാൻ ഇടയായി. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എത്രയോ ശക്തിയുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവചിത തലകളെ വണക്കൂ, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം കാരണം അനുഗ്രഹത്തെ നാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പാപം കാരണം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിവെച്ചിരിക്കുന്നു. കഷ്ടങ്ങൾ വന്നിരിക്കുന്നു. ആകസ്മിക മരണങ്ങൾ നാം വരുത്തിവെച്ചിരിക്കുന്നു. ശാപം നമ്മളിലേക്ക് വന്നു. തീരാ രോഗങ്ങൾ നമുക്ക് വന്നു. പലതരത്തിലുള്ള വ്യാധികൾ കൊണ്ട് നമ്മുടെ സമ്പാദ്യമെല്ലാം രോഗത്തിന് വേണ്ടി കൊടുക്കുവാൻ തികയുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹം ഇല്ല ദൈവമേ, ഞങ്ങൾക്ക് അനുഗ്രഹം വേണം എന്ന് ദൈവത്തോട് ചോദിക്കൂ. വായി തുറന്ന് ദൈവത്തോട് ചോദിക്കൂ. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഭവനത്തിലെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ദൈവമേ, വിവാഹം കഴിഞ്ഞു 5 വർഷമായിരിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയാണ്. നിന്റെ ഗർഭപാത്രത്തിൽ എന്തോ ഒരു ശാപമുണ്ട്. ദൈവം നിനക്ക് നന്മ നൽകും. ദൈവം നിനക്ക് കുഞ്ഞുങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസം തന്നെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ട് നിനക്ക് സന്താനഭാഗ്യം നൽകുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. എന്റെ യൗവനക്കാരനായ മകൻ മരിച്ചുപോയി, എന്റെ യൗവനക്കാരത്തിയായ മകൾ മരിച്ചുപോയി. ആ വിഷമത്തിൽ നിന്ന് ഞങ്ങൾ കരകയറാൻ കഴിയുന്നില്ല, ഞങ്ങൾ ദുഃഖിതരായിരിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തോട് നിലവിളിക്കൂ. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. വായി തുറന്ന് പ്രാർത്ഥിക്കുക. ഏതോ ഒരു ശാപം നിന്നെ പിടിച്ചിരിക്കുകയാണ്. ഏതോ ഒരു കുറവ് നിന്നിലുണ്ട്. ഏതോ ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ട്. ഈ രാത്രി ആ പ്രശ്നം പരിഹരിക്കുവാൻ, ഈ രാത്രി ആ കുറവ് നികത്തുവാൻ, ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ട് ഇവിടെ നമുക്ക് കടന്നു പോകാം. വായി തുറന്ന് ദൈവത്തോട് ചോദിക്കൂ. നീ ചോദിച്ചാൽ ഞാൻ നൽകാമെന്ന് പറഞ്ഞു. നീ പറഞ്ഞാൽ ഞാൻ കേൾക്കാമെന്ന് ദൈവം പറഞ്ഞു. എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമാളാമെന്ന് പറഞ്ഞ കർത്താവ് നമുക്കുണ്ട്. ദൈവത്തോട് പറയൂ, എന്റെ സങ്കടം ഇതാണ്, എന്റെ പ്രശ്നം ഇതാണ്, എന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇല്ല ദൈവമേ, എന്റെ വേലയിൽ അനുഗ്രഹം ഇല്ല കർത്താവേ, എന്റെ കുടുംബത്തിൽ അനുഗ്രഹം കാണുന്നില്ല ദൈവമേ, എന്റെ ജീവിതത്തിൽ സംതൃപ്തിയില്ല ദൈവമേ, എന്റെ ജീവിതത്തിൽ സമാധാനമില്ല കർത്താവേ, എന്നെ അനുഗ്രഹിക്കൂ യേശുവേ, എനിക്ക് യഥാർത്ഥമായ സമാധാനം നൽകണമേ, എനിക്ക് ശാശ്വതമായ അനുഗ്രഹം നൽകണമേ എന്ന് ദൈവത്തോട് വായി തുറന്ന് ചോദിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. പിതാവായ ദൈവമേ, നിനക്ക് നന്ദി കരേറ്റുന്നു. പരിശുദ്ധ ദൈവമേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും സംതൃപ്തിപ്പെടുത്തുന്ന ദൈവമേ, നിനക്ക് നന്ദി. ചോദിക്കുമ്പോൾ നൽകുന്ന ദൈവമേ, നന്ദി കരേറ്റുന്നു. നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമേ, നന്ദി. ഞങ്ങളുടെ വിഷമങ്ങളെ കണ്ടിട്ട് സഹിക്കാത്തവനെ നിനക്ക് നന്ദി കരേറ്റുന്നു. നിന്റെ കൃപകളെ ഞങ്ങളുടെ മേൽ പൊഴിക്കുന്നവനെ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കുറവുകളെ നികത്തുന്നവനെ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ശാപങ്ങളെ അഴിച്ചു മാറ്റുന്ന ദൈവമേ, നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കുറവുകളെ നികത്തി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് ഞങ്ങളുടെ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനായ കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഈ സമയത്ത് ആ കാൽവരി ക്രൂശിൽ കൂടി ഒഴുകിയ രക്തം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നീ ഒരു തവണ കൂടി ഒന്ന് ഒഴുക്കിയിട്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ രക്തത്താൽ കഴുകി നീതിമാന്മാരാക്കി മാറ്റണമേ ദൈവമേ. പഴയ ശാപം ഞങ്ങളിൽ കാണുവാനിടയാകാതെ, പഴയ സ്വഭാവം ഞങ്ങൾ വരുവാനിടയാകാതെ, പഴയ രീതിയിൽ ഞങ്ങൾ ജീവിക്കാതെ കർത്താവിന്റെ സാക്ഷികളായി ജീവിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ കഴിയുന്നവരെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകണമെന്ന്. നിന്റെ വരവ് താമസമെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങയെ ഞങ്ങൾക്ക് വരവേൽക്കുവാൻ, അതിനുശേഷം അങ്ങയോടൊപ്പം സദാകാലവും അങ്ങയുടെ രാജ്യത്തിൽ ആയിരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ